പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ് മാനേജ്മെന്റ് ആണ്. ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ബിസിനസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വിശദമായ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്താണ് പ്രിൻസിപ്പിൾ എന്നുള്ളതും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പല വ്യക്തികളെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കലും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാനേജ്മെന്റിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ദി ഫണ്ടമെന്റൽ ട്രൂത്ത്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു ഫണ്ടമെന്റൽ ട്രൂത്ത് ആണ് ദാറ്റ് ഗൈഡ് മാനേജീരിയൽ ഡിസിഷൻ ആൻഡ് ബിഹേവിയർ. അതായത് മാനേജ്മെന്റിലെ മാനേജീരിയൽ ഡിസിഷൻസുകളെ എന്ത് ചെയ്യണം, ഗൈഡ് ചെയ്യുന്ന കുറച്ച് ഫണ്ടമെന്റൽ ട്രൂത്തുകളെയാണ്, കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ശരികളെയാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ദ ആക്ട് ആസ് ദി റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് ഫോർ എഫക്റ്റീവ് മാനേജീരിയൽ ആക്ഷൻ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി, മാനേജീരിയൽ തീരുമാനങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി അവിടെ നിലകൊള്ളുന്ന എന്താ ഫണ്ടമെന്റൽ ട്രൂത്ത്, അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന, എത്തുന്നതിന് വേണ്ടി നല്ലൊരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും, പ്രിൻസിപ്പിൾസ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. നോക്കാം എന്താണ്, ഒന്നുകൂടി വായിച്ചു നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ദി ഫണ്ടമെന്റൽ ട്രൂത്ത് ദാറ്റ് ഗൈഡ് മാനേജീരിയൽ ഡിസിഷൻസ് ആൻഡ് ബിഹേവിയർ എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ദാറ്റ് ആസ് എന്താ റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം. ക്ലിയർ. ഇനി ഇതിന് കുറച്ച് ആൾക്കാർ കുറച്ച് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹെർബർട്ട് ജി ഹിക്സ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആള് നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ എന്താ ഫണ്ടമെന്റൽ ട്രൂത്ത്സ് വിത്തിൻ യൂണിവേഴ്സൽ വാലിഡിറ്റി. എല്ലായിടത്തും യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ട്രൂത്തുകളെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആര് പറഞ്ഞൂടാ, നമ്മുടെ ഹെർബർട്ട് ജി ഹിക്സ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു. ഇത് എടുത്തത് ഏതിലാണ് ഇദ്ദേഹം പറഞ്ഞതെന്നുള്ളൊരു റെഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തെന്നാ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കായിട്ടുള്ള ദ മാനേജ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ എ സിസ്റ്റംസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അതുപോലെ തന്നെ കൂൺസ് ആൻഡ് ഡൊണൈൽ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അദ്ദേഹവും എന്ത് പറഞ്ഞിട്ടുണ്ട്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ജനറൽ ഗൈഡ് ലൈൻസ് ദാറ്റ് എയ്ഡ് മാനേജീരിയൽ ഡിസിഷൻ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കൂൺസ് ഓർ ഡൊണൈൽ എന്ന് പറയുന്ന സാറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ റെഫറൻസും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്തായിരുന്നു നോക്കാം, മാനേജ്മെന്റ് എ സിസ്റ്റം ആൻഡ് കണ്ടിൻജൻസി അനാലിസിസ് ഓഫ് മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ക്ലിയർ. നമുക്ക് പോവാം. അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ്, ഫാദർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ നമുക്ക് 14 പ്രിൻസിപ്പിളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാ, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു +1 +2 മുതൽ നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മുടെ essay ക്വസ്റ്റ്യൻസിനോടൊക്കെ നമ്മൾ നിരന്തരമായി ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത്. ക്ലിയർ. നോക്കാം, ഫയോളിനെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് പഠിച്ചു പോവാം. 1841 1925 ഫ്രാൻസ്. അദ്ദേഹം ജനിച്ചത് 1841. അദ്ദേഹത്തിന്റെ മരണം 1925. എവിടെയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്, ഫ്രാൻസിലാണ് ജനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. അപ്പൊ നമ്മളോട് ചോദിക്കാം, മോഡേൺ മാനേജ്മെന്റ് ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടാ, ഒന്നും തെറ്റിക്കേണ്ട, ഹെൻറി ഫയോൾ ആണ്. ഇതൊക്കെ നമ്മുടെ മാച്ച് ദി ഫോളോയിങ്ങിലൊക്കെ കയറി വരാം. ഓക്കെ, ഇനി അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താ പറയണത്, ഫാദർ ഓഫ് മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ ആൻഡ് ഫങ്ഷണൽ മാനേജ്മെന്റ്. എന്താ, ഫാദർ ഓഫ്
മാനേജ്മെന്റ് പ്രോസസ് സ്കൂളിന്റെയും ഫങ്ഷണൽ മാനേജ്മെന്റിന്റെയും ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, ആരാ? ഹെൻറി ഫയോൾ ആണ്. ക്ലിയർ ആണല്ലോ? 3 കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് വൺ ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്, സെക്കൻഡ് വൺ ദ ഫാദർ ഓഫ് മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ ആൻഡ് ഫാദർ ഓഫ് ഫങ്ഷണൽ മാനേജ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൻറി ഫയോളിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാദേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒന്നുകൂടി അത് ഓർമ്മ വരുന്നുണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ടു ഡിഫൈൻ മാനേജ്മെന്റ് ഫങ്ഷൻസ് സിസ്റ്റമാറ്റിക്കലി. മാനേജ്മെന്റ് ഫങ്ഷൻസുകളെ സിസ്റ്റമാറ്റിക്കലി എന്താണ് പറഞ്ഞ് തന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിളെ സിസ്റ്റമാറ്റിക്കലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ദ ക്വാളിറ്റീസ് ഓഫ് റിക്വയർഡ് മാനേജർ. ഒരു മാനേജേഴ്സിന് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസിഫൈഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഇൻ 6 ഗ്രൂപ്പ്. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവേണ്ട പ്രധാന ആക്ടിവിറ്റികളെ 6 ഗ്രൂപ്പുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആര്? നമ്മുടെ ഹെൻറി ഫയോൾ എന്ന് പറയുന്ന സാർ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? 6 ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 6 ആക്ടിവിറ്റികൾ ഏതൊക്കെയാണ്? ഒന്ന്, ഒരു ഇൻഡസ്ട്രിയിൽ എന്തുണ്ടായിരിക്കണം? ടെക്നിക്കൽ ആക്ടിവിറ്റി, കൊമേഴ്സ്യൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, സെക്യൂരിറ്റി, അതുപോലെ അക്കൗണ്ടിങ് ആക്ടിവിറ്റി ആൻഡ് മാനേജീരിയൽ ആക്ടിവിറ്റി. സോ ഇതായിരുന്നു 6 ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ മറക്കരുത്. പ്രധാനമായിട്ട് ഇൻഡസ്ട്രീസിൽ ഒരു 6 ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ചെയ്ത വ്യക്തിയാണ് ആര്? ഹെൻറി ഫയോൾ. ആ ആക്ടിവിറ്റി ഏതൊക്കെയാടാ? ടെക്നിക്കൽ ആക്ടിവിറ്റി, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി, സെക്യൂരിറ്റി ആക്ടിവിറ്റി ആൻഡ് അക്കൗണ്ടിങ് ആക്ടിവിറ്റി ആൻഡ് ലാസ്റ്റ് വൺ മാനേജീരിയൽ ആക്ടിവിറ്റി. ക്ലിയർ ആണല്ലോ? അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഈ ഫാക്റ്റുകൾ നിങ്ങൾ പഠിക്കണം. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് അടുത്ത് നോക്കാം. ഗ്രൂപ്പ് ദി എലമെന്റ് ഓഫ് മാനേജ്മെന്റ്. 5 എലമെന്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു മാനേജ്മെന്റിന്. നമ്മൾ പഠിച്ചിട്ടുള്ള എലമെന്റ്സുകളൊക്കെ ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതൊക്കെയാ? ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, പ്ലാനിങ്. ഏതൊക്കെയാ 5 എലമെന്റ്സ് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത്? പ്ലാനിങ്, ഓർഗനൈസിങ്, അതുപോലെ തന്നെ കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ 5 എലമെന്റ്സുകൾ മാനേജ്മെന്റിൽ ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ആരാന്ന് എക്സാമിന് ചോദിച്ചാൽ തെറ്റിക്കരുത്, ഹെൻറി ഫയോൾ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അദ്ദേഹത്തിന്റെ പ്രധാന എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് മക്കളെ, മറക്കരുത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ്? ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹെൻറി ഫയോളിന്റെ ബുക്കാണ്, മറക്കരുത്. ഫസ്റ്റ് ബുക്ക് നെയിം എന്താണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. രണ്ടാമത്തെ അദ്ദേഹത്തിന് വേറൊരു ബുക്കാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി ഏൺഡ് ഡിഗ്രി ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ്. ഇദ്ദേഹത്തിന് എന്തുണ്ടടാ? മൈനിങ് എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കാം, മൈനിങ് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഓപ്ഷൻസുകളിൽ തരാം. മറക്കരുത്, മൈനിങ് ഡിഗ്രി എടുത്ത 1860 അദ്ദേഹം എടുത്തിട്ടുള്ളത്. എന്ത് ചെയ്തിട്ടുള്ള? മൈനിങ് എഞ്ചിനീയറിംഗ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഗ്രി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ബിഗൻ ആസ് എ മൈനിങ് എഞ്ചിനീയർ. അദ്ദേഹം എന്ത് ചെയ്തു? അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മൈനിങ് എഞ്ചിനീയർ ആയിട്ട് സെയിം ഇയറിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മൈനിങ് എഞ്ചിനീയർ എടുത്തതും മൈനിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കരുത്, ആരാ? നമ്മുടെ ഹെൻറി ഫയോൾ ആണ്. ക്ലിയർ ആണല്ലോ? വർഷം മറക്കരുത്, 1860. ബിക്കമേ, അതിനുശേഷം എന്തായി? ബിക്കമേ ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദി, ആ കമ്പനിയുടെ തന്നെ വർക്കറായി കയറി അദ്ദേഹം എന്ത് ചെയ്തുടാ? അവിടുത്തെ തന്നെ മൈനിങ് കമ്പനിയുടെ എന്തായി? മാനേജിംഗ് ഡയറക്ടറായി. എന്ന 1888 എന്തായി? അവിടുത്തെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മാറിയ മൈനിങ് കമ്പനിയുടെ. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടുകളാണ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. വൈ ഫയോൾ ഈസ് കോൾഡ് ഫാദർ ഓഫ് പ്രിൻസിപ്പിൾ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ക്ലിയർലി ബിറ്റ്വീൻ ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ സ്കിൽസ്. അല്ലെ, ഒരു ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട മാനേജീരിയൽ ആൻഡ് ടെക്നിക്കൽ സ്കില്ലിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? നമുക്ക് കാട്ടിത്തന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെന്ന് വിളിക്കുന്നത്? ഇസ് എ ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കാം. ഐഡന്റിഫൈ ദി ഫങ്ഷൻസ് ഫ്രെയിമിംഗ് ദി മാനേജ്മെന്റ് പ്രോസസ്. പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ അദ്ദേഹം കൊണ്ടുവന്നു, ഐഡന്റിഫൈ ചെയ്തു. അല്ലെ, അദ്ദേഹം മൈനിങ് കമ്പനിയുടെ ഒക്കെ എന്തായി? മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് അദ്ദേഹം അവിടെ റിസർച്ചുകളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു ദ ഫങ്ഷൻസ് ഫോമിംഗ് ദി മാനേജ്മെന്റ് പ്രോസസ്. പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഡെവലപ്ഡ് ആസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ. എത്ര പ്രിൻസിപ്പിൾസ് ആണ്? 14 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
പ്രിൻസിപ്പിൾസുകളെയും അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രെയിം ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ അക്കോർഡിംഗ് ടു ദ ഫയോൾ ദ പ്രിൻസിപ്പിൾസ് ആർ, എന്താ ഈ പ്രിൻസിപ്പിൾസുകളൊക്കെ ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ റിജിഡ് ആയിട്ടുള്ളതല്ല. നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസുകൾ, ബിസിനസ്സിൽ ചേഞ്ചസുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. റിജിഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്നാണ് അവിടെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ അദ്ദേഹം വെറുതെ തള്ളിമറിച്ചുണ്ടാക്കിയതൊന്നല്ല, ഈസ് ബേസ്ഡ് ഓൺ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് മൂലം അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ ഫോർമുലേറ്റഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എങ്ങനെ ഉണ്ടായടാ, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പീരിയൻസ് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ എൻട്രി ഫയലിനെ പറ്റിയിട്ടുള്ളത്. ഒരു മാർക്ക് പോലെ ഒരു ഭാഗം എന്ത് ചെയ്യരുത്, നിങ്ങൾ കളയരുത്. ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസുകൾ ഏതൊക്കെയാണ്. നമ്മൾക്ക് കേട്ട് പരിചയമുള്ളത്, നമ്മൾ കുറേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകളുടെ എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഈ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. അല്ലേ, എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷനിൽ ഒരാള് പല ജോലികൾ ചെയ്യാനായിട്ട് പാടില്ല. എന്ത് ചെയ്യണടാ, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ജോലിയെ ഒരു ഓർഗനൈസേഷൻ ഡിവൈഡ് ചെയ്ത് വെച്ച് ആ ജോലി, ആ ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് ആ ഒരു ജോലി മാത്രം കൊടുക്കുക. അല്ലേ, ഇപ്പോൾ ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലർക്കിന് അവിടെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല, അവിടുത്തെ പ്രിൻസിപ്പലിന്റെ ജോലി ആ ക്ലർക്കിന് ചെയ്യാനായിട്ട് സാധിക്കില്ല. ക്ലർക്കിന് ക്ലർക്കിന്റെ ജോലി മാത്രം, ടീച്ചർക്ക് ടീച്ചറിന്റെ ജോലി മാത്രം, അല്ലെ, പ്രിൻസിപ്പലിന് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ജോലികൾ മാത്രം. ഇങ്ങനെ മാത്രം എന്ത് ചെയ്യണം, ജോലി എന്ത് ചെയ്യാനോട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് ആര് പറഞ്ഞത്, എൻട്രി ഫയൽ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക് സ്പെഷ്യലൈസിങ് ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. പ്രോപ്പറായിട്ട് ഇതുപോലെ വർക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വർക്ക് ലോഡും അതുപോലെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലേ, ഒരാൾ തന്നെ പല വർക്കും ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിൽ 10 പേരുന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്ന വർക്ക് തന്നെ മറ്റുള്ളവരും ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഡിവിഷൻ ഓഫ് വർക്ക് ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ടെങ്കിൽ അവനവൻ്റെ ജോലി എന്താണെന്നുള്ളത് അവനവന് മനസ്സിലാക്കാൻ സാധിക്കുകയും ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും റിപ്പീറ്റേഷൻ ഒഴിവാക്കാനും ഒരാളുടെ വർക്കിലോട് അവോയ്ഡ് ചെയ്യാനും വേണ്ടി എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കും എന്നാണ് പറയണത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എൻകറേജസ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പെർട്ടീസ്. അല്ലേ, നമ്മൾക്ക് ഒരു ജോലിയാണ് ചെയ്യണം, ഞാൻ എൻ്റെ കോളേജിൽ ടീച്ചിങ് ജോലി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എക്സ്പെർട്ടായിട്ട് മാറാൻ സാധിക്കും. അതല്ല, എന്നെ കൊണ്ട് ക്ലർക്ക് ജോലികളും കൂടി കോളേജിൽ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ടീച്ചിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ എൻ്റെ പ്രൊഡക്ടിവിറ്റി, എൻ്റെ എക്സ്പെർട്ടൈസ് ഒക്കെ അവിടെ കുറയും. അപ്പോൾ അതാ പറഞ്ഞ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, സ്കിൽ ഡെവലപ്മെന്റും എക്സ്പെർട്ടൈസ് ഒക്കെ ഉണ്ടായിരിക്കും എംപ്ലോയിക്ക്. ഇനി അപ്ലിക്കബിൾ ആയിട്ട് ഓൾ ലെവൽ എല്ലാം നമ്മൾ പഠിച്ചു, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവലൊക്കെ ഉണ്ടെന്ന് പഠിച്ചു. എല്ലാ ലെവലിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണെന്നാണ് പറയുന്നത്. മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷൻ ലെവലിലൊക്കെ ഇത് എന്ത് ചെയ്യാടാ, അപ്ലൈ ചെയ്യാൻ. അപ്പോൾ മറക്കരുത്, ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാടാ, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മറക്കരുത്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതോറിറ്റിയും കൊടുക്കണം, അത് ചെയ്ത് തീർക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നോക്കാം. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റ് ടു ഗീവ് ഓർഡർ ആൻഡ് മേക്ക് ഡിസിഷൻ. എന്താണ്, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക്, ഒരു ഓർഗനൈസേഷൻ, ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് മേക്ക് ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ നമ്മൾ അവർ കൊടുക്കുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയണത്, ആ റൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയണത്. അല്ലേ, മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കുക, അല്ലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന റൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, അവകാശത്തെയാണ് എന്തെന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക്, എനിക്ക് എൻ്റെ പ്രിൻസിപ്പിൾ ഒരു അതോറിറ്റി തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ അതോറിറ്റി യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഓർഡർ കൊടുത്ത് അവരെ കൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഞാൻ ആ കാര്യം എന്ത് ചെയ്യണോടാ, ചെയ്യിപ്പിച്ചെടുത്തോളണം. ആ ഒരു ചെയ്യിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടായിരിക്കും. അപ്പം എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് മേക്ക് ഡിസിഷൻ ആണ്. ക്ലിയർ ആണല്ലോ. റെസ്പോൺസിബിലിറ്റി നോക്കാം. റെസ്പോൺസിബിലിറ്റി ഒബ്ലിഗേഷൻ ടു ക്യാരി അസൈൻഡ് ടാസ്ക്. അതെ,
നമുക്ക് അല്ലെങ്കിൽ ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ടാസ്ക്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എനിക്ക് അതോറിറ്റി തന്ന് ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടാസ്ക് ഞാൻ ഒബ്ലിഗേറ്റഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രോപ്പറായിട്ട് അത് ചെയ്തു കൊടുക്കേണ്ട കടപ്പാട് ആർക്കുണ്ട്, ആ തന്ന അധികാരം കിട്ടിയ ആൾക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഓർഡർ കൊടുത്ത ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. സോ അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ടു ക്യാരി ഔട്ട് ദി അസൈൻ ടാസ്ക്. നമ്മൾക്ക് അസൈൻ ചെയ്ത ടാസ്ക് നമ്മൾ വ്യക്തമായിട്ട് ചെയ്തു തീർക്കണം. ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒബ്ലിഗേഷനാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതോറിറ്റി എന്താണ്, റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് മേക്ക് ഡിസിഷൻ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി എ ബാലൻസ് എൻഷുർ. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എ ബാലൻസ്, അതായത് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി നമ്മൾ ആ ഒരു ബാലൻസ് എൻഷുർ നോ മിസ്യൂസ് ഓഫ് പവർ ആൻഡ് നോ ഇവേഷൻ ഓഫ് ഡ്യൂട്ടി. അപ്പോൾ ഈ ഒരു അതോറിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോ മിസ്യൂസ്, പവേഴ്സിൻ്റെ മിസ്യൂസുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവേഷൻ ഓഫ് ഡ്യൂട്ടി, നമ്മൾ ഡ്യൂട്ടിയിൽ കളങ്കമില്ലാതെ രീതിയിൽ നമ്മൾ ഉഡായിപ്പ് കാണിക്കാതെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. ഇനി ഇഫ് എ മാനേജർ ഹാക്സ് അതോറിറ്റി പെർഫോമൻസ് സഫേഴ്സ്, അല്ലെ ഒരു മാനേജറിന് അവിടെ അതോറിറ്റി ഒന്നും ഇല്ല, വെറുതെ മാനേജറാക്കി ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഭയങ്കര കുറവായിരിക്കും, സഫേർഡ് ആയിരിക്കും അവിടെ. ഇഫ് ദ ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി, അതുമൂലം എന്തുണ്ടായിരിക്കും, അയാൾക്ക് അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റിയും കുറവായിരിക്കും, അതുപോലെ അക്കൗണ്ടബിലിറ്റി ഫെയിലായി മാറും എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത് പറയണത്. അപ്പോൾ ഒരു മാനേജറിന് നമ്മളൊരു കാര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതോറിറ്റിയും കൊടുക്കണം, ഒപ്പം റെസ്പോൺസിബിലിറ്റിയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സോ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒബീഡിയൻസ്, ആപ്ലിക്കേഷൻ, എനർജി ആൻഡ് റെസ്പെക്റ്റ് ഓഫ് ഓർഗനൈസേഷനിലുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ പ്രോപ്പറായിട്ട് പാലിച്ചുകൊണ്ട് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ വർക്കുകൾ എന്ത് ചെയ്യാണ്, ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് ഏത് പ്രിൻസിപ്പിളിൽ പറയുന്നത്, ഡിസിപ്ലിൻ എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി മ്യൂച്വൽ, മാനേജേഴ്സ് മസ്റ്റ് ഫോളോ റൂൾസ് ടു. അതായത് വെറും എംപ്ലോയീസ് മാത്രം എന്ത് ചെയ്താൽ പോരാ, റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്താൽ പോരാ, അവരോടൊപ്പം തന്നെ ആര് മാനേജേഴ്സും അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയുണ്ടോ, ഏത് ലെവലിലുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും എന്ത് ചെയ്യണം, ആ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ മാനിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം, വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. ബട്ട് ത്രൂ ഫെയർ അഗ്രിമെന്റ്, ഗുഡ് സൂപ്പർവിഷൻ ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നുണ്ടായിരിക്കണം, ഒരു ഫെയർ അഗ്രിമെൻ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ഗുഡ് സൂപ്പർവിഷൻസുകൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ക്ലോസ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസുകൾ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം, യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? എന്താ, ഒരു എംപ്ലോയിക്ക് ഒരാളിൽ നിന്ന് മാത്രം എന്ത് കിട്ടുക, ഇൻസ്ട്രക്ഷൻസുകൾ കിട്ടുക. അപ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ എച്ച് ഒ ഡിയുടെ കയ്യിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എന്ത് ചെയ്യുക, കേൾക്കുക. അതായത് ഒരു സുപ്പീരിയറിന് ഒരാളെന്ത് ചെയ്യുക, ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈച്ച് എംപ്ലോയി ഷുഡ് റിപ്പോർട്ട് ഓൺലി വൺ സുപ്പീരിയർ. എംപ്ലോയീസ് എന്ത് ചെയ്യുക, ഒരു സുപ്പീരിയറിൻ്റെ അണ്ടറിൽ മാത്രം എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഈച്ച് എംപ്ലോയി ഷുഡ് റിപ്പോർട്ട് ടു ഓൺലി വൺ സുപ്പീരിയർ എന്നുള്ളതാണ് പറയുന്നത്. ഇതെന്താ, അവോയ്ഡ് കൺഫ്യൂഷൻ. കാരണം മറ്റേതാകുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ വന്ന് പറയും, ആര് പറഞ്ഞതാ കേൾക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർ ആ എംപ്ലോയീസിനെ മാത്രം എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസുകൾ കൊടുക്കുക, ഒരാളിൽ നിന്ന് മാത്രം ഇൻസ്ട്രക്ഷൻസുകൾ സ്വീകരിക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ആ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. നോക്കാം, അവോയ്ഡ് കൺഫ്യൂഷൻ, ഓവർലാപ്പിംഗ് ഇൻസ്ട്രക്ഷൻ, കോൺഫ്ലിക്റ്റ് ഇൻ പ്രയോറിറ്റീസ്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ എൻഷുർ ക്ലിയർ അക്കൗണ്ടബിലിറ്റി. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി നമുക്ക്, കാരണം ഒരാൾ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എച്ച് ഒ ഡി പറയുന്നു, ഞാൻ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു, പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നു. സോ എനിക്ക് അവിടെ ആളുടെ അടുത്ത് മാത്രം എനിക്കത് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്താൽ മതിയാവും. അതാണ് പറയണത് എൻഷുർ ക്ലിയർ അക്കൗണ്ടബിലിറ്റി എന്ന് പറയണത്. ഇനി ബ്രേക്ക് ഇൻ ദിസ് റൂൾസ് ആൻഡ് ലീഡ് ടു റെഡ്യൂസ് ലെവൽ. ഇനിയിപ്പോൾ ഈ റൂള് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുന്നത്, റെഡ്യൂസ്ഡ് എഫിഷ്യൻസി. അവിടെ എഫിഷ്യൻസി കുറയും, അതുപോലെ മൊറയിലും എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യും, കുറയും എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. എന്താ യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ? അടുത്ത പ്രിൻസിപ്പിൾ, വൺ ലീഡർ വൺ പ്ലാൻ ഓൾ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾക്കും ഒരു പ്ലാനും ഒരു ലീഡറും ഉണ്ടായിരിക്കുക. അതല്ല കുറേ പ്ലാനുകൾ വെച്ചിട്ട് ഒരു വർക്ക് എന്ത് ചെയ്യരുത്. ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക, ആ പ്ലാൻ അനുസരിച്ചുള്ള ആ ഒരു ഡയറക്ഷനിൽ മാത്രം എന്ത് ചെയ്യുക, വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക. അതാണ് പറഞ്ഞത് വൺ ലീഡർ വൺ പ്ലാൻ ഫോർ ഓൾ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. ഇനി അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് ആൻഡ്
കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. അപ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഗോൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ദെൻ എൻകറേജ് പ്രോപ്പർ യൂസ് ഓഫ് റിസോഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസോഴ്സസ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രൊമോട്ട് ഓർഗനൈസേഷൻ ഫോക്കസ് ഓൺ ഗോൾ അലൈൻമെൻറ്റ്. നമുക്ക് ഗോൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നമുക്ക് ചെന്നെത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ പറയുന്നത്, 1 ലീഡർ 1 പ്ലാൻ ഫോർ ഓൾ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നെക്സ്റ്റ് നോക്കാം, സബോർഡിനേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇവിടെ പറയുന്നത് എന്താ, നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ്, നമ്മളൊരിക്കലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം എന്ത് ചെയ്യരുത്, വർക്ക് ചെയ്യരുത്. നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ജനറൽ ഇൻട്രസ്റ്റിനാണ്. ദാറ്റ് മീൻസ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനാണ്. അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യരുത്, ഒരിക്കലും വർക്ക് ചെയ്യരുത്. ദ ഓർഗനൈസേഷൻ ഗോൾ മസ്റ്റ് ബി ടേക്ക് പ്രിസിഡൻസ് ഓവർ പേഴ്സണൽ ഗോൾസ്. അല്ലേ, നമ്മൾ പേഴ്സണൽ ഗോൾസിനല്ല, അതിനപ്പുറം അത് മാറി ഓർഗനൈസേഷണൽ ഗോൾസിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയണത്. ദ മാനേജേഴ്സ് മസ്റ്റ് സെറ്റ് ആൻ എക്സാമ്പിൾ ബൈ ഷോയിങ് കമ്മിറ്റ്മെന്റ്, പ്രിവെന്റ് ഈഗോ ക്ലാഷ് ഓർ ഓഫീസ് പൊളിറ്റിക്സ്. അപ്പോൾ എന്ത് ചെയ്യണം, മാനേജേഴ്സ് തന്നെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കണം. അല്ലേ, ഒരാളുടെ പാർഷ്യാലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ, പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും കാണിക്കാതെ ഓർഗനൈസേഷൻ ഗോളിന് വേണ്ടി എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരു എക്സാമ്പിളായിട്ട് മാനേജേഴ്സ് തന്നെ ആക്ട് ചെയ്യണം. അത് കണ്ടിട്ടാണ് ആര് പഠിക്കുക, എംപ്ലോയീസ് പഠിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു, എൻകറേജ് ഗുഡ് കൾച്ചർ ആൻഡ് ഓപ്പറേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയണത്. നെക്സ്റ്റ് നോക്കാം, റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പലർക്കും പല രീതിയിൽ കൊടുക്കാതെ നല്ല ഫെയർ ആയിട്ട് തന്നെ അഡ്വക്കേറ്റ് പേ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് കൊടുക്കണം. ദ ഫെയർ ആൻഡ് അഡ്വക്കേറ്റ് പേ ഇസ് ദി കീ ടു എംപ്ലോയി മോട്ടിവേഷൻ. അല്ലേ, എംപ്ലോയീസ് എന്തിനാണ് ജോലി ചെയ്യണം, നമ്മളൊക്കെ ജോലി ചെയ്യണം എന്തിനാണ്, ശമ്പളം കിട്ടാനും അല്ല നമുക്ക് പൈസ കിട്ടാം, റെമ്യൂണറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, എന്നാലേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫെയർ ആൻഡ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള പേ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാവാം, ഈ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഉണ്ട്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ ബോണസ്, സാലറി ഒക്കെയാണ്. നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ റെക്കഗ്നിഷൻ, അത് ബെനിഫിറ്റുകളൊക്കെയാണ് അതിൽ വരിക. പേ ഷുഡ് റിഫ്ലക്റ്റ്, പേ ആണ് എന്തിൽ റിഫ്ലക്റ്റ് ചെയ്യണത്, എഫേർട്ട്, ക്വാളിഫിക്കേഷൻ ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. അപ്പോൾ ഒരു വ്യക്തിയുടെ എന്ത് വെച്ചിട്ട് എഫേർട്ട് എത്രത്തോളം അതിലെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എത്രയാണോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ കണ്ടീഷൻ എത്രയാണ്, സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു എംപ്ലോയിക്കുള്ള പേ റെമ്യൂണറേഷൻ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫിക്സ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. എന്താണ് ചെയ്യാനായിട്ട് എന്നാണ് എന്ത് പറയണത്, ഈ പ്രിൻസിപ്പിളിൽ പറയണത്. ഏതാണ് റെമ്യൂണറേഷൻ. ഇതെന്ത് ചെയ്യുന്നു, ഹെൽപ്സ് ഇൻ റീറ്റെയിനിങ് ടാലൻറ്റ് ആൻഡ് എൻഷുറിങ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അല്ലേ, നമുക്ക് ഇങ്ങനെ നല്ലൊരു പേ കൊടുത്തു കഴിഞ്ഞാൽ ആ നല്ല എംപ്ലോയീസിനെ അവിടെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കാം, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ പവേഴ്സ് കോൺസെൻട്രേറ്റഡ് അറ്റ് ടോപ്പ് ലെവൽ. പവേഴ്സ് എവിടെയായിരിക്കും കോൺസെൻട്രേറ്റ് ഉണ്ടായിരിക്കുക, ടോപ്പ് ലെവലിലായിരിക്കും, യൂസ്ഡ് ഇൻ സ്മോൾ ഓർഗനൈസേഷൻ. അപ്പോൾ സെൻട്രലൈസേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യണത് എവിടെയാണ്, നമ്മുടെ സ്മോൾ ഓർഗനൈസേഷനാണ്. ഡീസെൻട്രലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ, പലർക്കും എന്ത് ചെയ്യുക, ഡെലിഗേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക്, പല എംപ്ലോയീസിന് അല്ലെങ്കിൽ പല മാനേജേഴ്സിന് എന്ത് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, വിതരണം ചെയ്ത് കൊടുക്കുക. എന്തിനാ, പവേഴ്സിനെ, ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ള പവറിനെ എന്ത് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുന്നു. സോ ലാർജ് ഓർഗനൈസേഷനിൽ ഡെലിഗേഷനാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡീസെൻട്രലൈസേഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരിക എന്നുള്ളതാണ് പറയണത്. ഓക്കെ, ഇനി അതായത് ബെറ്റർ ആയിട്ട് വരിക മീൻസ് ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഡീസെൻട്രലൈസേഷൻ ചെയ്യണം. കാരണം ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, കാരണം അത് വലിയ ഓർഗനൈസേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. പക്ഷേ സ്മോൾ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ അവരെ മാനേജും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയത്. ഓക്കെ, ആൻഡ് ഐഡിയൽ സിസ്റ്റം ബാലൻസ് ബോത്ത് ഡിപ്പെൻഡിങ് സിറ്റുവേഷൻ, കോമ്പിറ്റൻസ് ആൻഡ് അർജൻസി. അപ്പോൾ ഒരു ഐഡിയൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും എന്തൊക്കെ സിറ്റുവേഷൻ. അതായത് നമ്മളൊരു ഡീസെൻട്രലൈസേഷനൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും അതുപോലെ തന്നെ എന്ത് അർജൻസി വന്നാലും കോമ്പിറ്റൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് പോകാനായിട്ട് സാധിക്കും. എന്താ പോയിന്റ് പറഞ്ഞത്, ഐഡിയൽ സിസ്റ്റം ബാലൻസ് ബോത്ത് ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ, കോമ്പിറ്റൻസ് ആൻഡ് അർജൻസി എന്നാണ് അവിടെ പറയുന്നത്. ഒരു ബാലൻസിങ് സിസ്റ്റം ആയിരിക്കണം. അതായത് ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും തമ്മിൽ എന്ത് ചെയ്യണോടാ, ഒരു ബാലൻസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുപോകാനായിട്ട്. അതായത് ഫുൾ ഡീസെൻട്രലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്, പക്ഷേ ഫുൾ സെൻട്രലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. അത് രണ്ടിനും എന്ത് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ബാലൻസിങ് രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് എന്നുള്ളതാണ് ആ പോയിന്റിൽ പറയുന്നത്. ഇനി ഗ്രേറ്റർ ഡീസെൻട്രലൈസേഷൻ എൻകറേജ്, കൂടുതൽ ഡീസെൻട്രലൈസേഷൻ വരികയാണെന്ന് എന്താണ്, എംപ്ലോയീസിന് ഇൻവോൾവ്മെന്റ് എന്ത് ചെയ്യും, കൂടും. കാരണം എല്ലാവർക്കും അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഡിസിഷൻ മേക്കിംഗ്. സോ അവരുടെ ഇൻവോൾവ്മെന്റ് കൂടുന്നതാണ് പറയുന്നത്.
നെക്സ്റ്റ് നോക്കാം, സ്കേലാർ ചെയിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഈ ചിത്രത്തിലൊക്കെ കാണാം. ഇതാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും, അതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലൈനാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെന്താ പറയണത്, ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ട് ഉള്ള ഒരു എന്താണ് അതോറിറ്റിയുടെ ഒരു ഫ്ലോ ആണ് ഏതിൽ കാണിക്കുന്നത്, സ്കേലാർ ചെയിനിൽ കാണിക്കുന്നത്. ഓക്കെ, പ്രൊമോട്ട് എന്താ, സ്ട്രക്ചേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. നമുക്ക് ഇത് പ്രധാനമായിട്ട് സ്കേലാർ ചെയിൻ പ്രൊമോട്ട് ചെയ്യണത് എന്താണ്, സ്ട്രക്ചേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റിനെയാണ് എന്ത് ചെയ്യണത്, അത് സ്കേലാർ ചെയിൻ ഫോക്കസ് ചെയ്യണത്. ഇനി ഗാങ് പ്ലാൻ ഉണ്ട്. ഗാങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സെയിം ലെവലിലുള്ള ആൾക്കാരായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി തന്നെയാണ് ഇതെന്ന് പറയണത് ഗാങ് പ്ലാൻ എന്ന് നമ്മൾ പറയണം. നമ്മൾ അത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഗാങ് പ്ലാൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, പ്രയർ പെർമിഷൻ വേണം. ഓക്കെ, പ്രിവെൻസ്, അതായത് മുന്നുള്ള ആൾക്കാർ. ഗാങ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ എമർജൻസി വിത്ത് പെർമിഷൻ. എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്ത് വേണം, പെർമിഷനോട് കൂടി അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഈ പ്രിവെൻസ് ബൈ പാസിങ് ആൻഡ് കൺഫ്യൂഷൻ ഓർഡർ. അപ്പോൾ ഇതെന്തിനു വേണ്ടി സഹായിക്കുന്നത് വെച്ചാൽ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു ബൈ പാസിങ് ആൻഡ് കൺഫ്യൂഷൻ ഇൻ ഓർഡേഴ്സ് ആൻഡ് റിപ്പോർട്ടിങ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ എഫ് എന്ന് പറയുന്നതെന്ന് ജിയിലേക്ക് പറയുന്ന ഒരാൾക്ക് ഒരു ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫർമേഷൻ ഓർഡറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് അത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് പ്രിവെൻറ്റ് ബൈ പാസിങ് ആൻഡ് കൺഫ്യൂഷൻ ഇൻ ഓർഡേഴ്സ് ആൻഡ് റിപ്പോർട്ടിങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓർഡർ കൊടുക്കാനും റിപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കൺഫ്യൂഷൻസുകളും കാര്യങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ചാനൽ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗാങ് പ്ലാൻ ഉപയോഗിച്ചിട്ട് ആ ലെവലിലുള്ള ആൾക്കാർക്കും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ പെർമിഷൻ വേണമെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ക്ലിയർ? നെക്സ്റ്റ് ആണ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെച്ച സാധനങ്ങൾ വെച്ചു കൊടുത്ത് ഓർഡറായിട്ട് ക്രമീകരിച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് തരത്തിലാണ് ഓർഡർ ഉള്ളത്, മെറ്റീരിയൽ ഓർഡറും ഉണ്ട്, സോഷ്യൽ ഓർഡറും ഉണ്ട്. മെറ്റീരിയൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിത്തിങ് ഇൻ ദി പ്രോപ്പർ പ്ലേസ്, എല്ലാ സാധനങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട്, അല്ലാണ്ട് വാരി വലിച്ച് ഒന്നുകൂടി അങ്ങനെ ഇടരുത്. പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഓരോ ഓർഡറിൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ഓർഗനൈസേഷനിൽ പറയുന്നത്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്ന ആ സാധനം അവിടെ പോയിട്ട് നമുക്ക് എടുത്തുകൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ അത് തപ്പി തന്നെ കുറേ സമയം പോകും. ക്ലിയർ ആണല്ലോ? നോക്കാം. മെറ്റീരിയൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വെച്ച പ്ലേസിലിരിക്കണം. സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് പേഴ്സൺ ഇൻ ദി റൈറ്റ് ജോബ്, ഒരു ശരിയായിട്ടുള്ള പേഴ്സൺ ശരിയായിട്ടുള്ള ജോലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയണത്. സോ ഇത് മിനിമൈസ് ടൈം ലോസ്, കൺഫ്യൂഷൻസ്, വേസ്റ്റേജ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മിനിമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമുണ്ട് എന്താ, പ്ലാനിങ്, ക്ലീൻനെസ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. നല്ല വ്യക്തമായ പ്ലാനിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ്ങും, പ്രോപ്പറായിട്ടുള്ളൊരു ക്ലീൻനെസ് അവിടെ ഉണ്ടായിരിക്കണം. റിസോഴ്സസുകളെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയണത്. നെക്സ്റ്റ് നോക്കാം, ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കോൺസെപ്റ്റുകളുണ്ടാ, ഇക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി. ചിത്രം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം. എന്താ ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫെസിലിറ്റി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിന് ഈക്വാലിറ്റി എന്ന് പറയും. നിങ്ങളിവിടെ നോക്കിയാൽ ഇവിടെ ഒരു മാച്ച് കാണാൻ നിൽക്കുകയാണ്, 3 വലിപ്പമുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും കയറി നിൽക്കാനായിട്ട് ഒരേ വലിപ്പമുള്ള ഡെസ്ക്, ഒരു ബെഞ്ച്, സോറി ഡെസ്ക് അല്ല ബെഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ വലിയ ആൾക്ക് ഇതിൽ കയറി നിന്നപ്പോൾ കുറേ കാണാം, പക്ഷെ എന്നാലും ഈ ചെറിയ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഫെസിലിറ്റി കൊടുക്കുക, അതിന് ഈക്വാലിറ്റി എന്ന് പറയും. ഇനി ഇക്വിറ്റബിൾ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഈ ഹൈറ്റുള്ള ആൾക്ക് ശരിക്കും ഈ ബെഞ്ചിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ആൾക്കത് കൊടുത്തില്ല. പക്ഷെ മിഡിൽ നിൽക്കുന്ന ആൾക്ക് ചെറിയ രീതിയിൽ അത് വേണം, അപ്പോൾ ആൾക്ക് എന്ത് കൊടുത്തു, ഇവിടെ ഒരു ബെഞ്ച് കൊടുത്തു. ഏറ്റവും ചെറിയ ആൾക്ക് 2 എണ്ണം കൊടുത്താൽ മാത്രമേ ഇത് കാണാനായിട്ട് സാധിക്കുള്ളൂ, അപ്പോൾ അയാൾക്ക് എന്ത് കൊടുത്തു, 1, 2 എണ്ണം മേലെ കയറ്റി വെച്ച് കൊടുത്തു. ഇവിടെ എന്താ ഇടാ, ഇക്വിറ്റി, കാരണം 3 പേർക്കും ഒരേപോലെ കളി കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇല്ലാത്തവൻ അത് കൊടുത്തൂല്ല, ആവശ്യമില്ലാത്തവൻ അത് കൊടുത്തൂല്ല, പക്ഷെ ആവശ്യമുള്ളവൻ എന്ത് ചെയ്തു, ആ ഫെസിലിറ്റികൾ അവിടെ കൊടുത്തു. സോ ഇതിനെയാണ് എന്തെന്ന് പറയണത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഈക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു പിക്ചറിൽ മൈൻഡിൽ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കാം, കൈൻഡ്നെസ് പ്ലസ് ഫെയർനെസ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ്നെസ്സും ഫെയർനെസ്സും തമ്മിൽ കൂടിച്ചേർന്നിട്ടുള്ളതിനാണ് എന്തെന്ന് പറയുക, ഇക്വിറ്റി എന്ന് പറയുക. ഇനി എൻഷുർ നോ ഡിസ്ക്രിമിനേഷൻ. ഓർഗനൈസേഷനിൽ ജെൻഡർ, ഏജ് വെച്ചിട്ടോ കാസ്റ്റ് വെച്ചിട്ടോ റിലീജിയൻ വെച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
നമ്മൾ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ആ ബോയ്സ് സെയിം ജോലി ചെയ്യുന്നു, ആണുങ്ങൾക്ക് മെയിലിന് ഇത്ര ശമ്പളം, ഫീമെയിലിന് ശമ്പളം കുറവ്, അല്ലെങ്കിൽ ഫീമെയിലിന് ശമ്പളം കൂടുതൽ, മെയിലിന് ശമ്പളം കുറവ്, ഇമാതിരി പരിപാടികൾ ഓർഗനൈസേഷന് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസുകൾ പാടില്ല എന്നുള്ളതാണ് ഏത് പ്രിൻസിപ്പിളിൽ പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓൾ എംപ്ലോയീസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫെയർലി ബേസ്ഡ് ഓൺ ദെയർ റോൾ ആൻഡ് പെർഫോമൻസ് എന്നാണ് അവിടെ ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, സ്റ്റെബിലിറ്റി. നമുക്ക് ജോലിക്ക് ഒരു സ്ഥിരത വേണം. നമ്മൾ ജോലിക്ക് കയറി നമ്മളിങ്ങനെ ഈശ്വര അടുത്ത കൊല്ലം ഉണ്ടാവും, അല്ലെങ്കിൽ 4 മാസം ഞാൻ പറഞ്ഞു വിടും, ഈ ഒരു പേടിയിലൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ വർക്ക് ചെയ്യാൻ തോന്നുമോ? ഇല്ല. അതാ പറയണത്, ജോലിക്ക് സ്റ്റെബിലിറ്റി ഉറപ്പ് നൽകണം ആൾക്കാർക്ക്. അങ്ങനെയാണെങ്കിൽ അവരവിടെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്നാണ് പറയണത്. ജോബ് സെക്യൂരിറ്റി ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയീസ് ലോയാലിറ്റി. ജോലിയിലുള്ള സെക്യൂരിറ്റിയും പ്രൊഡക്ടിവിറ്റിയും എംപ്ലോയി ലോയാലിറ്റി ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. ഇനി ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ കൊടുക്കുക, ലേ ഓഫ് ചെയ്യുക, ജോബ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ എന്താണ് നമ്മുടെ ട്രെയിനിങ് കോസ്റ്റിനൊക്കെ എന്ത് ചെയ്യൂടാ, വർദ്ധിപ്പിക്കും. അല്ലെ, ഒരു ജോലി ചെയ്ത ആളെ പെട്ടെന്ന് വേറെ ജോലിയിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് വിടുന്നു, പിന്നെയും ട്രെയിനിങ് കൊടുക്കണം, അതിൻ്റെ ചിലവ് വേറെ കൂട്ടുന്നു. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ടൈം ഈസ് നീഡഡ് ഫോർ ദി ലേണിംഗ്. അല്ലേ, ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം, ഒരു ജോലിയിൽ കയറി കഴിഞ്ഞ ഉടനെ എല്ലാം പഠിക്കാൻ പറ്റുമോ? ഇല്ല. അവനും എല്ലാം അവിടെ ഇരുന്ന് പഠിച്ച് ലേൺ ചെയ്ത് പിന്നെ ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടായിരിക്കും അവിടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ അവന് പറ്റുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണോടാ, കുറേ അവിടുത്തെ ചേഞ്ചസും കാര്യങ്ങളും, അതായത് ടൈം ഈസ് നീഡഡ് ഫോർ ലേണിംഗ്, അഡാപ്റ്റിംഗ് ആൻഡ് ബിക്കമിങ് പ്രൊഡക്റ്റീവ്. അതെ, നമുക്ക് അവിടെ ആ ഓർഗനൈസേഷനുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നതിന് വേണ്ടി ഒക്കെ ടൈം പിടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. സോ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എ സ്റ്റേബിൾ വർക്ക് ഫോഴ്സ് ബിൽഡ് സ്ട്രോങ് ഓർഗനൈസേഷൻ കൾച്ചർ. സ്റ്റേബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആണെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്ത നോക്കാം, ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി ഷുഡ് ബി എൻകറേജ്ഡ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് വിത്തിൻ ദെയർ റോൾ. അതായത് ഓരോ എംപ്ലോയിയും അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ട് സ്വന്തമായി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോ കാര്യങ്ങളും ആശയങ്ങളും ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അത് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ് പറയണത്. സോ ഇറ്റ് ബിൽഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് കോൺഫിഡൻസ്. അല്ലെ, ഒരു എംപ്ലോയീസ് പറയുകയാണ് ഈ ഓർഗനൈസേഷൻ ഇന്ന കാര്യം ഇങ്ങനെ ചെയ്ത് നന്നാവും. സോ അവൻ്റെ ഒരു കാര്യം അവൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പറഞ്ഞ് അതൊരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഓർഗനൈസേഷൻ തന്നെയാണ് അത് ഗുണമായിട്ട് വരുന്നുണ്ടായിരിക്കും, അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് പറയുന്നത്, ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനിൽ. ഇനീഷ്യേറ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താ, എംപ്ലോയി ഷുഡ് ബി എൻകറേജ്ഡ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് വിത്തിൻ ദെയർ റോൾ. അവൻ്റെ റോളിൽ അവൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ അവന് ചെയ്യാനായിട്ട് സാധിക്കണം. ദ മാനേജർ ഷുഡ് ക്രിയേറ്റ് എ കൾച്ചർ ആൻഡ് വെയർ ന്യൂ ഐഡിയാസ് ആൻഡ് വെൽക്കം. അതായത് ഒരു ന്യൂ ഐഡിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസ് ഒരു ന്യൂ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെൽക്കം ചെയ്യാനായിട്ടുള്ള മനസ്സും മാനേജേഴ്സിന് ഉണ്ടായിരിക്കണം. ദെൻ പ്രൊമോട്ട് പ്രൊയാക്റ്റീവ് പ്രോബ്ലം സോൾവിങ്. അതായത് പ്രൊയാക്റ്റീവ് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരാനുണ്ട്, ആ പ്രശ്നത്തിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് പ്രൊയാക്റ്റീവ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഓരോരുത്തരുടെ ഐഡിയ ചോദിച്ചുകൊണ്ട് നമുക്കത് ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. സോ ഇനീഷ്യേറ്റീവ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് അണ്ടർ ദി മാനേജ്മെൻറ്റ്. ക്ലിയർ. നെക്സ്റ്റ് നോക്കാം, നമ്മുടെ ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് എക്സ്പ്രസ് ദി ഗ്രോപ്സ്. ടീം സ്പിരിറ്റ്, ഐക്യമത്യം മഹാബലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കാം, എൻകറേജ് ഹാർമണി, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ടീം വർക്ക്. ഇവിടെ പറഞ്ഞൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണടാ, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം, എല്ലാവരും ഒരേപോലെ നല്ല കോപ്പറേറ്റീവായിട്ട്, പലരും പല രീതിയിലല്ലാതെ സെൽഫ് ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരും പ്രോപ്പറായിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. യൂണിറ്റി ഓഫ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അല്ലേ, ഇതെന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് മൊറൈൽ ആൻഡ് കോർപ്പറേഷൻ. യൂണിറ്റി ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഐക്യമത്യം മഹാബലമായിരിക്കും, എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ദെൻ മാനേജ്മെന്റ് ഫോസ്റ്റർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഓപ്പണായിട്ട് എല്ലാവരോടും സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റൊക്കെ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഗോസിപ്പ് പറയലും ഫേവറിസം ഡിവിഷൻ എമംഗ് ടീംസൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. അതൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ എന്തോ ഓട്ടോമാറ്റിക്കലി വന്നോളും, സ്പിരിറ്റ് ദി ഗ്രോപ്സ്, ടീം സ്പിരിറ്റ് അവിടെ ജനറേറ്റ് ചെയ്തോളും എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ നോക്കി, ഈ 14 പ്രിൻസിപ്പിളും പല ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ആരുണ്ടാക്കിയതാ, എൻട്രി ഫയോൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ മോഡേൺ മാനേജ്മെൻറ്റ് ഫാദർ എന്ന് വിളിക്കുന്നത്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നത്.
ഓക്കെ, ഓടിച്ചു പറഞ്ഞേ നമ്മുടെ പ്രധാനപ്പെട്ട 14 പ്രിൻസിപ്പിൾസുകൾ. ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലെ. അടുത്തത് എന്താ? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, then remuneration, centralization and decentralization, scalar chain, order, equity, then stability of tenure, personnel or initiative and expert the groups. ക്ലിയർ ആണല്ലോ, മറക്കില്ലല്ലോ. വിശദമായ രീതിയിൽ നമ്മൾ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. തന്ന പോയിന്റുകൾ വ്യക്തമായ രീതിയിൽ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ പഠിക്കുക. നമ്മുടെ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയറൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. കാണാതെ ഒന്നും നമുക്ക് റിട്ടേൺ ആയിട്ട് എഴുതുന്ന പരീക്ഷ ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാടാ, അടിപൊളിയായിട്ട് നമ്മളെ വിദ്യാർത്ഥികളെല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നമ്മുടെ ഒപ്പം നിൽക്കുക. നമ്മൾ നല്ല നല്ല ക്ലാസ്സുകൾ, നല്ല ബുക്സൊക്കെ റെഫർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയാം. നല്ല ക്ലാസ്സൊക്കെയാണ് സാറ്, നന്നായി മനസ്സിലാവുന്നുണ്ട്, അതൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു എനർജിയാണ് അടുത്ത ക്ലാസ്സുകളൊക്കെ നമുക്ക് തരാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണോടാ, നമ്മൾ പറയുന്ന നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചുകൊണ്ട് പരീക്ഷ നിങ്ങൾ മറക്കരുത് മക്കളെ. പരീക്ഷയ്ക്ക് പ്രോപ്പറായിട്ട് എഴുതണം. ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യം ഉറച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.